ഇപ്പോൾ ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, അവിടെ സ്വർണ്ണപ്പാളി, അതുപോലെ കട്ടിലപ്പാളി ഇതൊക്കെ ഇളക്കി കൊണ്ടുപോയി. ഇപ്പോൾ പ്രഭാമണ്ഡലവും എൻ വാസു കടത്തിയതായാണ് എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണം ആ ഒരു ഭയം കൂടി ഇനി ഭക്തർക്ക് അറിയാൻ ബാക്കിയുള്ളൂ. അതായത് ഭഗവാന്റെ പൊന്നു വിഗ്രഹം മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. ബാക്കി എല്ലാം കടത്തി എന്ന് പറയുമ്പോൾ ഇത് ഒരു മറ്റേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലോ അല്ലെങ്കിൽ ഏതാനും ഉദ്യോഗസ്ഥരിലോ ഒതുക്കാതെ ഇതിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ട്. ദേവസ്വം ബോർഡ് ഇപ്പോൾ CPM ഒക്കെ നിശ്ചയിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നല്ല, ഏത് പദവിയിൽ ഇരുന്നോട്ടെ അവർ സ്വതന്ത്രരല്ല. അവര് പാർട്ടിക്ക് വിധേയരായി മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അവരുടെ ഫാമിലി ലൈഫ് പോലും പാർട്ടിക്ക് വിധേയമാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ പാർട്ടി അത്രമാത്രം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ പാർട്ടിയുടെ അറിവില്ലാതെ ഇതൊന്നും ഇളക്കി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇത്തരം ഒരു കർമ്മങ്ങളിൽ ഇടപെടാനോ അവർക്ക് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായും അതിന്റെ വിഹിതം പാർട്ടിയും പറ്റിയിട്ടുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് അത്യന്തം വേദനാജനകമാണ്. നമുക്ക് പലപ്പോഴും ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വെറും ഒരു മോഷണം എന്ന തലത്തിൽ നമുക്കിതിനെ ചിന്തിച്ച് വരാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വേദനയാണിത്. അയ്യപ്പന്റെ ഇത്തരം എല്ലാ സംഗതികളും പ്രഭാമണ്ഡലം അടക്കം ഇളക്കിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ ഇനി ആ ചൈതന്യം നശിപ്പിക്കാൻ അവർ ഏതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയേണ്ടുള്ളൂ. കാരണം ചൈതന്യം ചൈതന്യം ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ബുദ്ധിമുട്ടാകുമോ എന്ന് ഭയന്നിട്ട് ആ ചൈതന്യത്തെ ആദ്യം നശിപ്പിച്ചിട്ടുണ്ടോ? അത് ചില ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വിഗ്രഹത്തിൽ ചൈതന്യം നിലനിൽക്കുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വരെ ഭയക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് വെറും ഒരു മോഷണത്തിന്റെ ലെവലിൽ കാണാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ച ചെയ്യാനോ സാധ്യമല്ല. ഇത് കൂടുതൽ ഗൗരവമായ ഒരു അന്വേഷണം. ഇങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസമാണ് ഓരോന്ന് കേൾക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ എന്താ വിശ്വരൂപം എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ നടക്കണമെങ്കിൽ വളരെ കാര്യമായ ഒരു അന്വേഷണം തന്നെ ഇതിൽ നടക്കണം. അത് ഒരുപാട് കാലങ്ങളെടുത്ത് അന്വേഷിക്കുന്ന ഒരു സംഗതിയല്ല. ഇപ്പൊ മണ്ഡലക്കാലം തുടങ്ങാൻ പോവുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തര് കലിയുഗ വരദനെ ഒരു നോക്ക് കാണാൻ മോഹിച്ചിട്ട് വരുമ്പോൾ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് എന്തുമാത്രം അവരെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ളതാണ്. അതുകൊണ്ട് ഇത് അനന്തമായി നീണ്ടുപോകാതെ ഇന്ന് പ്രഭാമണ്ഡലം പോയി എന്ന് പറയുക, നാളെ മറ്റൊന്ന് പോയി എന്ന് പറയുക, അതിന്റെ കിട്ടുന്ന വിഗ്രഹം പോയി എന്ന് പറയുക. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില്ലാതെ ഇതിന്റെ എന്താണ് യഥാർത്ഥ ചിത്രമെന്ന് അയ്യപ്പ ഭക്തർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി ശാസ്ത്രീയമായ ഒരു അന്വേഷണം തന്നെ ആ വിഷയത്തിൽ നടക്കണം. അതില് ഒരുപക്ഷെ പോലീസ് സംവിധാനം മാത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനം മാത്രം പോരാ, ഓരോ രംഗത്തെയും വിദഗ്ധരായ രംഗത്ത് അതൊരു പക്ഷേ താന്ത്രിക വിദ്യയിൽ പോലും ഉള്ള ആളുകളെ ഒക്കെ വെച്ചുകൊണ്ട് വളരെ ഗൗരവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് നടക്കേണ്ടതുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെ തന്നെ തകർക്കുന്ന ഒരു നടപടിയായി പോകും എന്ന് പറയാതെ ഇല്ല. വളരെയധികം നന്ദി KP ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.